ഓക്കെ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് പിള്ളേർ നമുക്ക് കാണിച്ചു തരും. നമ്മൾ ജോയിൻ്റ് അറ്റൻഷൻ അവർക്ക് ജോയിൻ്റ് അറ്റൻഷനും സോഷ്യൽ സ്കില്ലും കൂടെ അവർ കൂട്ടിയിട്ടാണ് അവർ നമുക്കിങ്ങനെ എന്താണ് ദേ പോയിൻറ്റ് ടുവേർഡ്സ് ആൻ ഒബ്ജക്റ്റ് ഓർ ലൊക്കേഷൻ വൈ ലുക്കിംഗ് ബാക്ക് ടുവേർഡ്സ് ദ കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ നമ്മളെയും കൂടെ നോക്കും. കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മളെ ചൂണ്ടിക്കാണിക്കുമ്പം അവരുദ്ദേശിക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ ചൂണ്ടിക്കാണിക്കത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പിള്ളേരെ കാണാത്ത കൊണ്ടാണ്. ഇപ്പം എന്താ പറയുന്നത്, കൊച്ചിന് വേണ്ട സാധനത്തിനെ കൊച്ച് നോക്കും. അപ്പം നമ്മളും അത് നോക്കുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിൽ അവർ ഫെർദർ മൂവ്മെൻറ്റിലേക്ക് നടക്കത്തുള്ളൂ. അപ്പം അതാണ് പറയുന്നത്, ദേ പോയിൻറ്റ് ടുവേർഡ് ആൻ ഒബ്ജക്റ്റ് ഓർ ലൊക്കേഷൻ വൈൽ ലുക്കിംഗ് ബാക്ക് ടുവേർഡ്സ് ദ കെയർ ഗിവർ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവർ നമ്മളെ നോക്കുന്നത് നമ്മൾ അവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്നെ നോക്കുന്നത് പറയാൻ അവർക്ക് പറ്റത്തില്ല. അപ്പം അവരുടെ ഈ ജോയിൻ്റ് അറ്റൻഷനും സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കില്ലും ഉപയോഗിച്ച് അഡൽട്ടിൻ്റെ അറ്റൻഷൻ മേടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതാണ് അവരൊരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലാണ് അവർ ഇത് നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ നോക്കത്തുള്ളൂ. നമ്മൾ നോക്കുന്നില്ലെങ്കിൽ അവർ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. മനസ്സിലായി? ഇപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിലുണ്ടല്ലോ, മാണിക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ എന്നെ നോക്കും. മനസ്സിലായോ? അതായത് ഞാൻ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അപ്പം ഇൻഫൻറ്റ് പോയിൻറ്റിങ്. അപ്പോൾ ഇങ്ങനെ ഇൻഫൻസ് പോയിൻ്റ് ചെയ്യുന്നത് 2 കമ്മ്യൂണിക്കേറ്റീവ് ജെസ്റ്റേഴ്സിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന് പ്രോട്ടോ ഡിക്ലറേറ്റീവും 2 പ്രോട്ടോ ഇമ്പറേറ്റീവും. 2 മാർക്ക് ക്വസ്റ്റൻ ആട്ടോ. പ്രോട്ടോ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ വിച്ച് ദ ബേബി പോയിൻറ്റ്സ് ടു, ടച്ചസ് ഓർ ഹോൾഡ്സ് അപ്പ് ആൻ ഒബ്ജക്റ്റ് വൈ ലുക്കിംഗ് അറ്റ് അതേഴ്സ് ടു മേക്ക് ഷുവർ ദേ നോട്ടീസ്. അവരെന്ത് ചെയ്യും? അവർ നമ്മളെ ചൂണ്ടിക്കാണിക്കും, തൊടും. അവർ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ഒരു സാധനം എടുത്തിട്ട് അവർ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തിന്? നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പല പിള്ളേരും ഉണ്ട്, എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവരിങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തിന്? നമ്മളത് ശ്രദ്ധിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചു ചെയ്യുന്ന എന്താ പറയുന്നത് പടം മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്ന്. മനസ്സിലായി? അതായത് അവരൊരു കാര്യം എടുത്തിട്ട് അവർ നമ്മുടെ അടുത്ത് ദേ അമ്മയെ നോക്കുന്ന കൊച്ചിന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ നമ്മളെ പറയുന്നതാണ് എങ്ങനെ? അവരത് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കും. സീ വാട്ട് ഐ എം ഡൂയിങ് എന്ന് പറയുന്ന പോലെ. അടുത്തതാണ് ഇൻ ദ സെക്കൻഡ്, രണ്ടാമത്തേതാണ് പ്രോട്ടോ ഇമ്പറേറ്റീവ്. ദ ബേബി ഗെറ്റ്സ് അനദർ പേഴ്സൺ ടു ഡൂ സംതിങ് ബൈ. അതവരെന്താ ചെയ്യുന്നത്? അവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെന്താ അങ്ങോട്ട് പോവാൻ കാണിക്കും, അല്ലെങ്കിൽ സൗണ്ടുകൾ ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം, അല്ല അവർക്ക് ആ സാധനം വേണമെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യമാണ് പ്രോട്ടോ ഇമ്പറേറ്റീവ്. മനസ്സിലായി? മറ്റേത് അവർ തന്നെ ചെയ്തിട്ട് നമ്മളെ നോക്കും, ഇത് അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് പ്രോട്ടോ ഇമ്പറേറ്റീവ്. അവർ ചൂണ്ടിക്കാണിക്കുന്ന എന്തിനാ? നമ്മൾ അവർക്കത് എടുത്തു കൊടുക്കാനായിരിക്കും. സോ ഇത് രണ്ടും അവരുടെ ഒരു 2 kinds ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ജെസ്റ്റേഴ്സ് ആണ്. ആൻഡ് കോപ്പറേറ്റീവ് പ്രോസസ്സസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയും നമ്മൾ പറയില്ലേ, ഏതൊരു കമ്മ്യൂണിക്കേഷനും നന്നായിട്ട് വരണമെങ്കിൽ അത് 2 പേർക്ക് മനസ്സിലാവണം. ഒരു കോപ്പറേറ്റീവ് പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മോഡിഫൈങ് ദ മെസ്സേജ്. അപ്പം മോഡിഫൈങ് മെസ്സേജസ് ടു സ്യൂട്ട് അതേഴ്സ് ഇൻറ്റൻഷൻസ് ആൻഡ് നോളജ് ആർ അണ്ടർ വേ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവണമെങ്കിൽ അത് 2 പേർക്ക് മനസ്സിലാവണം. കൊച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അമ്മയ്ക്കും മനസ്സിലാവണം, കൊച്ചിന് അത് എന്താണെന്ന് വേണ്ടതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ കൊച്ച് പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവണം, അമ്മ പറയുന്നത് കൊച്ചിനും മനസ്സിലാവണം. ഇവർ തമ്മിലൊരു കോപ്പറേറ്റീവ് പ്രോസസ്സ് നടക്കണം. സോ സൂൺ ദ ടോഡ്ലർ ഇൻ്റഗ്രേറ്റ് വേർഡ്സ് വിത്ത് ജെസ്റ്റേഴ്സ് യൂസിങ് ദ ജെസ്റ്റേഴ്സ് ടു എക്സ്പാൻഡ് ദെയർ വെർബൽ മെസ്സേജ്. അപ്പോൾ അവർ ഈ കോപ്പറേറ്റീവ് പ്രോസസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, അവർ വേർഡ്സിന് അവർ ജെസ്റ്റേഴ്സ് കാണിക്കാൻ തുടങ്ങും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊച്ച് ആദ്യം വാക്കിന് പകരം ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കാനില്ലേ, നമ്മളിങ്ങനെ തംസപ്പ് കാണിക്കുന്ന പോലെ കൈ ഇങ്ങനെ വായിലേക്കൊക്കെ കാണിക്കും, വെള്ളം അല്ലെ ഞം ഞം. ഇപ്പം ഇന്നലെ ഞാൻ ഇന്ന് ഞാൻ ചിഞ്ചുമിസിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചിഞ്ചുമിസിൻ്റെ കുഞ്ഞിന് ഫീഡ് ചെയ്യണം. അപ്പോൾ കൊച്ച് എന്താ ചെയ്തതെന്ന് അറിയാമോ? കൊച്ച് വേറെ ഒന്നും പറയുന്നില്ല, റൂമാണ് കാണിക്കുന്നത്, മിസ്സിൻ്റെ റൂമാണ് കാണിച്ചു തരുന്നത്. അപ്പം ഈ ജെസ്റ്റേഴ്സ് എന്താ പറയുന്നത്? എനിക്ക് പാല് വേണമെന്ന് പറയുന്നതാണ് ആ ജെസ്റ്റേഴ്സ്. മനസ്സിലായോ? സോ ജെസ്റ്റേഴ്സിലൂടെയാണ് അവർ നമുക്ക് എന്ത് കാണിക്കുന്നത്? ലാംഗ്വേജ്, വെർബൽ മെസ്സേജസ് അവർ പറയുന്നത്. അപ്പോൾ ഗ്രാജുവലി ഈ ജെസ്റ്റേഴ്സാണ് പിന്നെ വേർഡ്സ് ആവുന്നത്. ഇപ്പോൾ മാണിയാണെങ്കിൽ ആക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും പിന്നെ പായി, അവൻ പാലിന് പറഞ്ഞുകൊണ്ടിരുന്നത് പായി എന്നായിരുന്നു. അപ്പം ജെസ്റ്റേഴ്സ് കഴിഞ്ഞ് വരുന്നതാണ് പിന്നെ എന്ത്? ഈ വാക്കുകൾ വരുന്നത്. മനസ്സിലായി? അപ്പം ദ മോർ പ്രീ വെർബൽ ജെസ്റ്റേഴ്സ്, അതായത് വാക്കുകൾ കൊണ്ടുള്ള ജെസ്റ്റേഴ്സ്
കൂടുന്നതനുസരിച്ച് ഈ വേർഡ്സ് പഠിക്കാനുള്ള വൊക്കാബുലറികൾ കൂടുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഈ വേർഡ് ജസ്റ്റർ കോമ്പിനേഷനാണ് പിന്നീടുള്ള ബേസിക്, അതായത് 2 വാക്കുകൾ കൊണ്ടുള്ള, ഇപ്പം അമ്മ പായ്, ഇപ്പോൾ അമ്മയെ പാല് താ എന്ന് പറയുന്നതിന് അമ്മ എന്ന് പറയും, പായ് എന്ന് പറയും. അതാണ് 2 വേർഡ്. അതിനെയാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത്. അത് മിസ് നിങ്ങൾക്ക് അറിവിന് വേണ്ടി അവിടെ എഴുതി വെച്ചതാണ്. മനസ്സിലായി? അതായത് ആദ്യം ഒരു ആക്ഷൻ കാണിക്കും. ഈ ആക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെർബൽ മെസ്സേജിനെയാണ്. ഈ വെർബൽ മെസ്സേജ് പ്രീ വെർബൽ ജസ്റ്റേഴ്സ് കൂടുന്നതനുസരിച്ച് അവരുടെ വെക്കാബുലറി കൂടും. പിന്നീട് അവർ ഈ വേർഡും ജസ്റ്ററും കൂടെ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ഒരു പയ്യെ വാക്കുകൾ പറയാൻ തുടങ്ങുന്നത്. അതാണ് 2 വേർഡ് അട്രൻസസ് എന്ന് പറയുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെലിഗ്രാഫിക്. അവൻ മരിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഗ്രാമാറ്റിക്കലി ഒന്നും ഉണ്ടാകത്തില്ല, വേർഡ്സ് മാത്രം പറയും, ആക്ഷനും വേർഡ്സും ഒക്കെ പറയും. അതാണ് ടെലിഗ്രാഫിക് സ്പീച്ച്. ഓക്കെ, സോ ക്ലിയർലി ജസ്റ്റർ ഈസ് അറ്റ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ഏർലി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അപ്പം ഈ ആക്ഷൻ കാണിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്. ആക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചു ലാംഗ്വേജ് പറയും. സോ ദാറ്റ് ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഓക്കെ, അതാണ് ജസ്റ്റേഴ്സ് പറയണത്. ഓക്കെ, അല്ലെങ്കിൽ 2 വേർഡ് അറ്റൻസിന് മുമ്പ് ജസ്റ്റേഴ്സ് വരും. അതിനു മുമ്പ് എന്തായിരുന്നു? പ്രോട്ടോ ഡിക്ലറേറ്റീവും പ്രോട്ടോ ഇംപറേറ്റീവും ഉണ്ട്. അതിനു മുമ്പ് അവർ നമ്മുടെ കൂട്ടത്തിൽ ആക്ഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ നോക്കുന്നിടത്തേക്ക് നോക്കും. ഇതൊക്കെയായിരുന്നു അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അപ്പോൾ ഇതാണ് പ്രീ ലിംഗ്വിസ്റ്റിക്. ഭാഷ പഠിക്കുന്നതിന് മുൻപ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടെ ഒന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഇച്ചിരി അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇത്രയാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ എല്ലാവരും. ഫോണിംസ് എന്താ? ബേസിക് സൗണ്ട്സ് ആണ്. അതിനകത്ത് വരുന്നതാണ് കാറ്റഗോറിക്കൽ സ്പീച്ച് പെർസെപ്ഷൻ. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെല്ലാം മിസ് അതുകൊണ്ടാണ് ഒന്ന് ബോൾഡ് ചെയ്തിട്ടേക്കുന്നത്. അതെങ്കിലും ഒന്ന് വായിക്കണം. ഇത് വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത്രയും എന്താ പറയുക ക്ലട്ടേർഡായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതിൻ്റെ ബേസ് അപ്പുറം ഇപ്പുറയും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വാരി വലിച്ച് എഴുതിയേക്കുന്നത്. ഞാനല്ല, ബെർക്കിലെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ വാരി വലിച്ച് എഴുതിയിരിക്കുന്നത്. വിഷ്വൽ ലാംഗ്വേജ് ഡിസ്ക്രിമിനേഷൻ. ബൈലിംഗ്വൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ആ പറയുന്നത് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. ലാംഗ്വേജിൻ്റെ പ്രത്യേകതകൾ, നമ്മൾ സ്ഥിരം പറയാത്ത വാക്കുകൾ പറയുമ്പോൾ അവരത് ശ്രദ്ധിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസേഴ്സ് ആണ്, റൂൾ ലേണേഴ്സ് ആണ്. ABB പാറ്റേൺ അവർക്ക് വ്യത്യാസം മനസ്സിലാകും. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. IDS അല്ലെങ്കിൽ CDS, ഇൻഫൻറ്റ് ഡിറക്റ്റഡ് സ്പീച്ച് അല്ലെങ്കിൽ ചൈൽഡ് ഡിറക്റ്റഡ് സ്പീച്ച്. ഇതാണ് കൊച്ചിനെ the what words they learn depends on the what words we use in our day to day life. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ആക്ഷനും ഇമോഷനും ഒക്കെ ഇങ്ങനെ വികാരപരമായിട്ട് കുഞ്ഞു വാ കളിക്കാം അങ്ങനെയല്ലാതെ നമ്മൾ ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ എക്സാജറേറ്റഡ് ആയിട്ടും പിച്ചു കൂട്ടിയൊക്കെ സംസാരിക്കണം. ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് കൂവിങ് ബാബ്ലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പറയുന്നത്, പിന്നെ അവരെ സംസാരിക്കും. ആദ്യം എന്താ അവർ സംസാരിക്കുന്നത്? നോട്ടമാണ് അവരുടെ ആദ്യം. പിന്നെ ഒന്നിച്ച് നോക്കും. ആദ്യം നമ്മളും അവരുമായിട്ടുള്ള ഐ കോണ്ടാക്ട് വെക്കും. സെക്കൻഡ് സ്റ്റെപ്പാണ് ജോയിൻ്റ് അറ്റൻഷൻ. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ടാകും. അത് കഴിയുമ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്? അവർ ചൂണ്ടിക്കാണിക്കും. അത് 2 തരത്തിലാണ്, പ്രോട്ടോ ഡിക്ലറേറ്റീവും പ്രോട്ടോ ഇംപറേറ്റീവും. അടുത്തതാണ് അവർ ജസ്റ്റേഴ്സ് കാണിക്കും, പ്രീ വെർബൽ ജസ്റ്റേഴ്സ് കാണിക്കും, 2 വേർഡ് അറ്റൻഡൻസ് കാണിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ആ എസ്സേക്കകത്ത് വരുന്നത്, പ്രീ ലിംഗ്വിസ്റ്റിക്കിൻ്റെ എസ്സേക്കകത്ത് വരുന്നത്.